ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ബൈബിളിൽ ഏറ്റവും ലളിതവും ഏറ്റവും ശക്തവുമായ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. കേൾക്കാൻ എത്ര സുന്ദരമാണ് ഈ വചനം. പക്ഷേ നമുക്ക് നമ്മളോട് തന്നെ സത്യസന്ധമായി ഒരു ചോദ്യം ചോദിക്കാം. ഇത് ഇത്ര ലളിതമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും അനേകം ദൈവമക്കൾ ഇല്ലായ്മയിലും ബാധ്യതയിലും രോഗത്തിലും ജീവിക്കുന്നത്? ചിലപ്പോൾ 5-10 വർഷങ്ങളായിട്ടും പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോഴെങ്കിലും അടച്ചിട്ട മുറിയിലിരുന്ന നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ദൈവമേ, ഞാൻ ചോദിച്ചു, ഞാൻ കരഞ്ഞു, ഞാൻ കാത്തിരുന്നു, എന്നിട്ടും എൻ്റെ ആകാശം ഇരുമ്പ് പോലെ അടഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവമേ, അങ്ങ് എന്താണ് ഉത്തരം തരാത്തത്? സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ തന്നെ മാറ്റിമറിക്കുന്ന ആത്മീയ സത്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ പഠനം. ചോദിക്കൽ എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു ആത്മീയ കലയാണ്. അത് പഠിച്ചാൽ നിങ്ങളുടെ തലമുറയെ തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വലിയൊരു ആയുധമാണ്. ശ്രദ്ധിക്കൂ, വചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ നിയമം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ലഭിക്കാം എന്നല്ല ഈശോ പറഞ്ഞത്. ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല ഈശോ പറഞ്ഞത്. ലഭിക്കും എന്നുള്ള ഉറപ്പാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ പ്രശ്നം ദൈവത്തിൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ ചോദിക്കുന്ന രീതിയിലാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ദാനശീലനാണെന്ന് അറിയാമല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ കലവറ തുറക്കാൻ ചില താക്കോൽ ആവശ്യമാണ്. ഇന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് ആ 5 താക്കോൽ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പോകുകയാണ്. നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ആത്മീയ തീരുമാനം എടുക്കാം. ഒരുപക്ഷെ വർഷങ്ങളായി ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുമായി ആയിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. ആ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം വലിയൊരു വിശ്വാസത്തോടെ എഴുതുക: ദൈവമേ, എൻ്റെ കണ്ണുനീരിന് അങ്ങ് ഉത്തരം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വെറുമൊരു കമൻ്റ് അല്ല. നിങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനു മേലുള്ള നിങ്ങളുടെ അടഞ്ഞ വാതിലുകളെ തുറക്കുവാനായി സഹായിക്കട്ടെ. ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കട്ടെ. ഈ വാക്കുകൾ ദൈവത്തിനോടുള്ള നിങ്ങളുടെ ഹൃദയം തുറക്കലാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ രഹസ്യം, വ്യക്തമായി ചോദിക്കുക. പലരും ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്ന് പിറുപിറുക്കുകയാണ്. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് സമാധാനം നൽകണമേ, എനിക്ക് സന്തോഷം നൽകണമേ. ഇങ്ങനെയുള്ള പിറുപിറുക്കലാണ് നമുക്ക് ദോഷമായി മാറുന്നത്. അനുഗ്രഹമെന്നാൽ എന്താണ്? നന്നാക്കുക എന്നത് എത്രത്തോളം? ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ അന്ധനായ ബർത്തിമിയോസ് ഈശോയെ വിളിച്ചു കരയുന്ന ഒരു അവസ്ഥയുണ്ട്. അവൻ വഴിയരികിലിരുന്ന ദാവീദ് പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു. ഈശോ അവനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഈശോ ചോദിച്ച ചോദ്യം ശ്രദ്ധേയമാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. അവൻ അന്ധനാണെന്ന് ഈശോയ്ക്ക് അറിയാം. അവന് കാഴ്ചയാണ് ഏറ്റവും പ്രധാനമെന്ന് ഈശോയ്ക്ക് അറിയാം. എന്നിട്ടും എന്തിനാണ് അവനോട് ഈശോ അങ്ങനെ ചോദിച്ചത്? കാരണം വ്യക്തമായി ചോദിക്കാൻ ഈശോ അവനെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ബർത്തിമിയോസ് പറഞ്ഞു, ഈശോ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഉടനെ അത്ഭുതം നടന്നു. സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വ്യക്തതയുണ്ടോ? കടമാണോ നിങ്ങളുടെ പ്രശ്നം? എത്ര രൂപയുടെ കടമാണ് എന്ന് ദൈവത്തോട് ഹൃദയം തുറന്ന് പറയുക. അത് ദൈവത്തോടുള്ള ആജ്ഞാപിക്കലല്ല, വലിയൊരു അപേക്ഷയാണ്. ജോലിയാണോ നിങ്ങളുടെ ആവശ്യം? എങ്ങനെയുള്ള ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം?
എത്ര രൂപ സാലറിയുള്ള ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങളുടെ ആവശ്യം ദൈവത്തിനറിയാം. ഏത് ജോലിയാണെന്നും എത്ര രൂപ സാലറി വേണമെന്നും എല്ലാം ദൈവത്തിനറിയാം. എന്നാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ വ്യക്തമായി ചോദിക്കുന്ന ചോദ്യം കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. സഹോദരങ്ങളെ, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. യാക്കോബ് 4:3 പറയുന്നു, ലക്ഷ്യമില്ലാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല. ഇന്നു മുതൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് വ്യക്തമായി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ രഹസ്യം, നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം കൂട്ടുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ വലിയൊരു സമുദ്രമായി സങ്കല്പിക്കുക. അതിരുകളില്ലാത്ത വറ്റാത്ത സമുദ്രം. അവിടെ പണത്തിനോ ആരോഗ്യത്തിനോ സമാധാനത്തിനോ ക്ഷാമം ഇല്ല. പക്ഷേ നമ്മൾ പലരും ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കയ്യിലൊരു ചെറിയ പാത്രവുമായിട്ടാണ്. ആ പാത്രത്തിൽ കുറച്ചോ വെള്ളം മാത്രം കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറയും. ദൈവമേ, നീ എനിക്ക് ഇത്രയേ തന്നുള്ളോ? എന്നാൽ ദൈവം നമ്മോട് തിരിച്ചു ചോദിക്കുന്നു, മകനെ, കടൽ അവിടെ ഉണ്ടായിരുന്നല്ലോ, നീ എന്തുകൊണ്ടാണ് ചെറിയൊരു പാത്രവുമായി വന്നത്? നീ എത്രത്തോളം വലിയ പാത്രവുമായി വരുന്നോ അത്രത്തോളം വെള്ളം നിനക്ക് കൊണ്ടുപോകാമായിരുന്നല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പാത്രം. പാത്രം ചെറുതാണെങ്കിൽ അനുഗ്രഹവും കുറവായിരിക്കും. സങ്കീർത്തനം 81:10 ദൈവം നൽകുന്ന വാഗ്ദാനം, നീ വായ് തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം. വായ് തുറക്കേണ്ടത് നമ്മളാണ്. കുറച്ചു തുറന്നാൽ കുറച്ചു മാത്രമേ ഭക്ഷിക്കാൻ കിട്ടുകയുള്ളൂ. കുട്ടികളെ പോലെ ചോദിക്കുക. കുട്ടികൾക്ക് വലിയ കാര്യങ്ങൾ ചോദിക്കാൻ മടിയില്ല. അവർക്ക് സംശയമില്ല, എനിക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിച്ച് സ്വയം ചെറുതാകരുത്. പ്രപഞ്ചത്തിൻ്റെ നാഥനോടാണ് നമ്മൾ ചോദിക്കുന്നത്. ചെറിയ പാത്രങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വലിയ പാത്രങ്ങളുമായി ദൈവത്തിന് മുൻപിൽ ചെല്ലുക. മൂന്നാമത്തെ രഹസ്യം, സ്വയം ഒരുങ്ങുക. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വലിയൊരു പാഠമാണിത്. നിങ്ങളുടെ ജോലിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ വ്യക്തിത്വം വളരാതെ നമ്മുടെ വരുമാനം വളരില്ല. നാലാമത്തെ രഹസ്യം, അറിവ് നേടുക. പല ക്രിസ്ത്യാനികളും ജീവിക്കുന്നത് വെറും പ്രതീക്ഷയിലാണ്. വെറും പ്രതീക്ഷയല്ല, അറിവാണ് നിങ്ങളെ രക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തെ ഏറ്റവും അവസാനത്തെയുമായ രഹസ്യം, നിങ്ങൾ വ്യക്തമായി ചോദിച്ചു, വലിയ പാത്രങ്ങൾ കൊണ്ടുവന്നു. ഇനി ചെയ്യേണ്ടത് പ്രവർത്തിക്കുക എന്നതാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് മടിയന്മാർക്കല്ല. അത്ഭുതങ്ങൾ പലപ്പോഴും കഠിനാധ്വാനത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. പ്രവൃത്തികളിൽ കൂടെയല്ലാതെ ഉള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. യാക്കോബ് 2:17 വിളവെടുപ്പ് ആഗ്രഹിക്കുന്നവർ വിത്തിടാൻ മടി കാണിക്കരുത്. സഹോദരങ്ങളെ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. അതിലൂടെ വലിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ ഹൃദയത്തെയും അവിടുന്ന് മനസ്സിലാക്കി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.